അത് ബ്ലോക്ക് ഫ്രൂട്ട്സ് ആണ്. അതിൽ നമ്മൾ സീ ഹണ്ടാണ് ഞാൻ പോകുന്നത്. സീ ഹണ്ടിന് എപ്പോഴും കുറേ നേരം പിടിക്കും ഗൈസ്. പക്ഷെ ഞാനിത് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ പവറിലൂടെ കട്ട് ചെയ്യും. പക്ഷേ ഗൈസ് എൻ്റെ മെയിനായിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ ഹണ്ട് ചെയ്യുക. ഒന്നാമത് ഷാർക്ക് ആങ്കർ ഇടുക. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും എനിക്ക് ഷാർക്ക് ആങ്കർ ഒന്നുമില്ല, കേസ് ജോൽ കാട്ടാനില്ല, ട്രിപ്പിൾ കാട്ടാനില്ല, ഒന്നുമില്ല. നമ്മൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പോയായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഷാർക്ക് ആങ്കർ കണ്ടുപിടിക്കണം. അതിനായിട്ട് ആദ്യം തന്നെ സീ ഹണ്ട് ചെയ്യണം. രണ്ടാമത് നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുമായിരിക്കും എൻ്റെ ഷാർക്ക് മാൻ കറാട്ടെ അത്ര നല്ലതായിട്ടുണ്ടാവില്ല. കാരണം വീട്ടു ആക്കാനും കൂടിയാണ്. അതിനുള്ള കാശും ഫ്രാഗ്മെൻസും വേണം. അപ്പോൾ നമ്മൾ ഈ സീ ബീസ് ഹണ്ടും ടെറർ ഷാർക്ക് ഹണ്ടുമാണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. ഓ കിട്ടി. നമ്മൾ ഈ സീ ബീസിനെ നിലത്തിട്ട് പെരട്ടാൻ പോണ കേസ്. നമ്മൾ ഈ ടൈഗർ ഫ്രൂട്ട് യൂസേഴ്സും കൂടിയാണ്. ലിറ്ററലി സ്പാമിങ് ആണ്. വലിയ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, സീ ബീസ്റ്റ് അല്ലേ. അപ്പോൾ കുറച്ച് സ്പാമിങ് ഒക്കെ ഉണ്ടാവും. കുറച്ചൊക്കെ സഹിക്കണം, കഷ്ടപ്പെട്ടു. ഈ സീ ബീസിൻ്റെ പരിപാടി ഭയങ്കര അനോയിങ് അല്ലേ. എപ്പോഴും ഉണ്ടാവും ഈ പരിപാടി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത പിരാനാസാണ്. പിരാനാസ് മിക്ക സമയത്തും എന്നെ കൊല്ലും. ഞാൻ പോലും അറിയില്ല അവരെവിടുന്നാണ് വന്നേന്ന്. പെട്ടെന്നൊരു വന്നിട്ട് ഒറ്റ കൊല്ലലാണ്. അയ്യോ, വീണ്ടും മുങ്ങി. ചത്തു. പെട്ടിയായി തിരിച്ച് ട്രാൻസ്ഫർമേഷൻ ചെയ്യാണ്. അമ്മേ, ഇനി നമ്മൾ കൂടുതൽ സീ ബീച്ച് ഹണ്ടിനാണ് പോകുന്നത്. കുറേ നാളായി ഗൈസ് തുടങ്ങിയിട്ട്. ഭയങ്കര മോശമായ സാധനങ്ങളാണ് ഗൈസ്. ഒരു ഉപകാരമില്ലാത്ത ശവം കേട്ട സാധനങ്ങൾ ഇഷ്ടമല്ല. പുറകെ അടന്ന് ബോട്ട് പൊട്ടിക്കാനായിട്ട് വന്നേക്കാണ്. കൊല്ലാൻ പോണ സമയത്താണ് ഡീസ്പോൺ ആവും ചെയ്യും ഗൈസ്. എനിക്ക് കൂടുതൽ സീ ബീച്ചുകളെ കണ്ടുപിടിക്കണം. മൂന്ന് സീ ബീച്ച് ഒന്നിച്ച് വരുന്ന സാധനം കണ്ടുപിടിച്ചാലും ഭയങ്കര സന്തോഷം. കാരണം കുറേ എണ്ണങ്ങൾ 3 എണ്ണം ഒന്നിച്ച് വന്നിട്ട് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞായി. അയ്യോ അമ്മേ കുറച്ചൊന്ന് ഡയറക്ഷൻ തെറ്റിപ്പോയി. കൂടുതൽ സീ ബീച്ചുകൾ സ്പോൺ ആവാനാണ് ഞാൻ നോക്കുന്നത്. നിസാരപ്പണിയല്ല ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നിസാരപ്പണിയല്ല, മുക്കേണ്ടി വരും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അത്ര വലിയ പ്രോ ഒന്നുമല്ല. ഞാൻ ഷാർക്ക് ജോ വരെ എടുത്തു. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാർക്ക് ജോ വരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് എക്സസറി കാണിച്ചു തരാം ഞാൻ. എക്സസറിയിൽ ഷാർക്ക് ജോ ഗൈസ്, ഷാർക്ക് ജോ കിട്ടി. ഷാർക്ക് നെക്ലസും കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഗൈസ് ഭാഗ്യം ഞാൻ ഇതെടുത്ത് ഷാർക്ക് വീതർ എടുത്തത്. കാരണം ഷാർക്ക് V4 എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഗൈസ്. അമ്മേ
അയ്യോ നാരായണ അമ്മേ ടൈഗർ ഫ്രൂട്ട് കൊണ്ട് നിസാരപ്പണിയല്ല എന്ന് കഴിച്ച് ചിന്തിക്കണ്ടാവും നിങ്ങൾ. നിസാരപ്പണിയല്ല, പറയണത് ശരിയാണ്. ഭയങ്കര പാടാണ്. ടൈഗർ ഫ്രൂട്ടാണ് ഏറ്റവും കൂടുതൽ പാട് ഇതൊക്കെ ഉപയോഗിക്കാനായിട്ടെന്ന് എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പറയണ്ടല്ലോ. ടെറർ ഷാർക്ക് ഏറ്റവും ലീസ്റ്റ് പവർഫുൾ ബോസ് റെയ്ഡ് ബോസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസത്തിൽ. അതുകൊണ്ട് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടാകാൻ സാധ്യത കുറവാണ്. കുറേ തവണ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഓൾറെഡി. ഇത് കിട്ടണ്ടേ, ടെററൈസ് കിട്ടാൻ വലിയ എളുപ്പമുള്ള പരിപാടിയില്ല. കാരണം 5% ഡ്രോപ്പാണ് ഇത്. ഇത് എത്ര തവണയെന്നറിയോ ഗൈസ് ചെയ്ത് തുടങ്ങിയിട്ട്. ടെറർ ഷാർക്ക് ഇത് തന്നെയാണ് എൻ്റെ മൈൻഡിൽ. സാരപ്പണിയൊന്നുമല്ലല്ലോ ഗൈസ്. M1 പോകണ്ടായിരുന്നു, കുറച്ച് ഡാമേജ് കിട്ടി. പണ്ടാറങ്ങളെ ടെറർ ഷാർക്കിൻ്റെ ഒപ്പം സീ ബീസിൻ്റെ ഒപ്പമൊക്കെ പിരാനാസ് വരുമ്പോൾ തലക്കടിച്ച് കൊല്ലാനാണ് ഗൈസ് തോന്നണമെങ്കിൽ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? കാരണം ഞാൻ ചാവാൻ പോവും ടെറർ ഷാർക്കിൻ്റെ ഒപ്പം പിരാനാസൊക്കെ വരുമ്പോൾ. പോയി ബായ്. വെറുതെ കുറേയൊക്കെ മിസ്സാവാണ്. എനിക്ക് അതാണ് ഇഷ്ടമില്ലാത്ത പരിപാടി. ഒക്കെ മിസ്സാവും. നമ്മളെ ടെറർ ഷാർക്കിനെ ടൈഗർ ഫ്രൂട്ട് കൊണ്ട് കൊല്ലാൻ പോണ്. ബുദ്ധ യൂസ് ചെയ്ത കാരണം എനിക്ക് പെർമനൻ്റ് ഒന്നും ഞാൻ എടുക്കാറില്ല ഗൈസ്. ഞാൻ പെർമനൻ്റ് യൂസറൊന്നും അല്ല. അതുകൊണ്ട് എനിക്ക് അത്ര ഞാൻ ടോപ്പ് പ്ലെയർ അല്ല. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാകും എനിക്ക്. കാരണം പെർമനൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ബുദ്ധ എടുത്ത് തലയടിച്ച് പൊട്ടിച്ചേനെ. ബുദ്ധയായിരുന്നു വാലന്റൈൻസ് വേണ്ടിയിട്ട് പെട്ടെന്ന് ടൈഗർ കിട്ടിയെന്ന് നോക്കണ സമയത്ത്. ലാസ്റ്റത്തെ അടിയ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ചത്ത്. ഇത്തവണ ടെററൈസ് കിട്ടിയില്ല ഗൈസ്. എന്തു ലക്കാണ് ഗൈസ്. ദുഃഖങ്ങളോട് ദുഃഖങ്ങൾ. ടെററൈസ് കിട്ടിയ ഇല്ല എന്നാണ് എൻ്റെ മനസ്സിലുള്ള ഒരു തോന്നൽ. ഇല്ല, ടെററൈസ് കിട്ടിയില്ല. ഇത് 2 എണ്ണമാണ്. ഇത്ര കിട്ടിയിട്ടും പറ്റണില്ല. ഷീപ്പ് പോവാതിരിക്കണോടത്തോളം കാലം നമ്മൾ സുഖമായി ജീവിക്കുന്നതാണ്. ആക്ച്വലി ഈ ഷാർക്കുകളുടെ ഈ മ്യൂട്ടൻ ഷാർക്കുകളുടെ ഇന്ന് ഞാൻ ഉദ്ദേശിച്ച ടെറർ ഷാർക്കുകളുടെ ഇന്ന് കാശ് കിട്ടാത്തത് ഭയങ്കര മോശമാണ്. ഇപ്പോഴും അതെന്താ നീ മനസ്സിലാവുന്നില്ല. ട്രഷർ ഐലൻഡുകൾ അത്ര കാശൊന്നും തരില്ല ഗൈസ്. ഞാൻ കണ്ടില്ല. ലാഗ്. പിന്നെ മൊബൈൽ പ്ലെയറാണ്, പറയാൻ മറന്നു. ഞാൻ മൊബൈൽ പ്ലെയറാണ്. അതുകൊണ്ടാണ് ഇത്ര പാടും പെടലും ഒക്കെ. ഇങ്ങനത്തെ സെറ്റിങ്സൊക്കെ എൻ്റെ സ്ക്രീനിൽ കാണാതെ. അതുകൊണ്ടാണ് മൊബൈൽ പ്ലെയറാണ്. അടുത്ത സീ ബീച്ചിനെ തപ്പി ഇറങ്ങിയേക്കാണ് ഞാൻ. അതിൻ്റെ ആശ്വാസമൊക്കെ കിട്ടുവേ. ഇതെന്താണ് ഗൈസ്? സീ ബീച്ചുകളൊക്കെ കാണാതെയായ. നിങ്ങൾ മലയാളി ബ്ലോക്സ് പ്ലേയേഴ്സൊന്നും ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണ അത്ര കണ്ടിട്ടുണ്ടാവില്ല. അത്രയധികം കണ്ടിട്ടുണ്ടാവില്ല. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. റയറായിട്ട് കുറച്ച് പേര് ഉണ്ടോയെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതിനായിട്ടാണ് നിങ്ങൾ മലയാളി ഫ്രണ്ട്സുകൾക്കൊക്കെ നിങ്ങൾക്കൊന്നും അറിയുമല്ലോ. ബൈ ദ വേ എനിക്ക് 13 വയസ്സാവാനാണ്. ഈ വർഷത്തെ 13 വയസ്സാണ്. അപ്പോൾ
എൻ്റെ പേര് ഓം എന്നാണ്. ചാനലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. CBCL തപ്പി ഇറങ്ങിയിട്ട് കുറേ നേരമായി. കുറേ ഷാർക്കുകളൊക്കെ എൻ്റെ പുറകെ വരുന്നുണ്ടെന്നല്ല, CBCL വെച്ച് ബാക്കിയെല്ലാം വരുന്നുണ്ട്. റഫ് സി വരുന്നുണ്ട്. ഡോഡ്ജ് തന്നെയാണോ? അതന്നെ ഇടിച്ച. CBCL ഇതിൻ്റെ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ വെറുതെ സ്പോണം ഗൈസ്. ക്രേസി കഴിഞ്ഞാലാണെങ്കിൽ ലെവൈത്തനാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം തൽക്കാലം. ബുദ്ധ വല്ലതും വേണം. ലെവൈത്തനെ വല്ലതും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ ഈ ബോട്ട് ശരിയല്ല. കാരണം ലെവൈത്തനായിട്ടിട്ട് അത് ലെവൈത്തനെ തപ്പിക്കൊണ്ടുപോയിട്ടൊരു തേങ്ങയില്ല. ലെവൈത്തനെ വെറുതെ വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ അത് തപ്പിക്കൊണ്ട് പോവാണ്. CBCL തപ്പിക്കൊണ്ട് പോവാണ് യെസ്. തിരിച്ച് ബാക്കിലേക്ക് പോകണം. നിങ്ങൾ കാണണ്ടാവും. നിങ്ങൾ വിചാരിക്കും അയ്യോ തെറ്റി പോയല്ലോ ഡയറക്ഷന്. മനഃപൂർവ്വം തിരിച്ചാണ്. കാരണം ക്രേസി സ്ഥലങ്ങളിൽ CBCL പോകാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ്. ഷിപ്പ് പെട്ടിയാവാറായി. ബൈ ദ വേ കുറേ നേരമായി എന്ത് വരണില്ലല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കണ്ടാവും. ഞാനിത് തന്നെയാണ് ആലോചിക്കണേ. പൊട്ടി, ഷീപ്പ് പൊട്ടി, അതെനിക്ക് ഉറപ്പാ. പൊട്ടി. അതോടുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്താണ്. കാരണം ഇത് പൊട്ടുമ്പോൾ വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല. പൊട്ടുമ്പോൾ സമാധാനമായിട്ടിരിക്കാനൊന്നും പറ്റില്ല. കാരണം ഇന്നത്തെ വീഡിയോ നിർത്താണ് ഗൈസ്. ഞാനൊരു മൊബൈൽ പ്ലെയർ ഓം. ഞാൻ നിർത്താൻ പോകുന്നു ഇന്നത്തെ വീഡിയോ